സവിശേഷതകൾ ചെറുകുന്നുകളും താഴ്വരകളും നദീതടാകങ്ങളും ഒക്കെയുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ കാലത്തിന് ശേഷം വീഡിയോ ഇടുന്നത്. ഇപ്പം ക്രിസ്മസ് പരീക്ഷയല്ലേ, എല്ലാവർക്കും പരീക്ഷയെല്ലാം കഴിയാനായ. എനിക്ക് നാളെ കഴിയും. നാളെ സോഷ്യൽ പരീക്ഷയാണ്, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നത്. ഇപ്പം നാളെ നമുക്ക് സ്കൂൾ കൂട്ടും. പരിപാടിയെല്ലാം നമുക്ക് ഉണ്ടോ ഇല്ല എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു മാഷന്മാര്. നിങ്ങൾക്കെല്ലാം പരിപാടി ഉണ്ടാ? നമുക്ക് ചെറുങ്ങനെല്ലാം ഉണ്ടാവും ചിലപ്പം. ഇനിയിപ്പോ വെക്കേഷനിലായാലും മാമ എപ്പോഴും വീഡിയോ എല്ലാം എടുക്കാന്നല്ല പറയുന്നത്. എനക്കും സമയം ഉണ്ടല്ലോ, ഇനി വീഡിയോ എടുക്കുമായിരിക്കും. ഇങ്ങനെ ഞാൻ അടിച്ചു പൊളിച്ചോട്ടാ. വെക്കേഷനിൽ ടൂറെല്ലാം പോയിട്ട് വന്നോ. വേറൊരു കാര്യം, ഇപ്പൊ എൻ്റെ കൂടെ ഒരാളില്ല. അത് ഏച്ചിയാണ്. ഏച്ചി ഒരു മാസത്തിന് പിന്നെ മംഗലാപുരം പഠിക്കാൻ പറ്റില്ലേ. ഏച്ചി ഇപ്പൊ +2 കഴിഞ്ഞ് BBTക്ക് പഠിക്കാൻ പറ്റില്ലേ. ഏച്ചി ഇപ്പൊ നാളെ വരുമായിരിക്കും വെക്കേഷനില്. എനിക്ക് ചെറിയ സങ്കടമെല്ലാം ഉണ്ടായിന് അന്ന് പോകുമ്പോ. അന്ന് ഞാനും അച്ഛനും അമ്മയും ഏട്ടനെല്ലാം പോയിന് കൊണ്ടാക്കെ. അന്നേരം ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് അച്ഛൻ്റെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവുകയായിരുന്നു. അന്നേരം പോകുന്ന വഴിക്കല് ഏച്ചി ഒന്നും മിണ്ടാണ്ട് ഒരു സൈഡിലെല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ കോളേജിൽ പോയിട്ട് നീ ഇപ്പൊ ആരെ കുറിച്ച് പറഞ്ഞത്? നീ ഇപ്പൊ ആരെ കുറിച്ച് പറഞ്ഞല്ല? എന്താ പറഞ്ഞു? എന്ത് പറഞ്ഞു? എപ്പോ? ബാക്കി കൂടെ പറ. എന്താ പറയുന്നുണ്ടായിട്ടേ? പറ. നമ്മ ആദ്യം യൂട്യൂബ് തുടങ്ങുന്നതല്ലേ. പറ പറ പറയോ? നാളെ വരും പറഞ്ഞിട്ട് തന്നെ ഇന്ന് തന്നെ വന്ന് അമ്മ പറഞ്ഞ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഏച്ചി വന്നിട്ടു. ഏച്ചി വരുന്നതിൻ്റെ ഒന്നിച്ച് വീട്ടിലേക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിട്ട് 3 ചിത്രം കൊണ്ടുവന്നിട്ട് അത് ഞാൻ കാണിച്ചരാ. ഇതാന്ന് ഇവിടെ അങ്ങനത്തെ 3 ഉണ്ടായിന് അന്ന്. ഇത് ഫ്രെയിം ചെയ്തതാണ് വാങ്ങിയന്. അന്ന് ഫ്രെയിം ചെയ്യാത്ത ഉണ്ടായിനടാ. നല്ല രസമുണ്ട് കാണാൻ. എല്ലാ ചിത്രവും ഞാൻ 3D വരത്തതാണ്. അതേപോലത്തെ 3 അടി ഉണ്ട്. പക്ഷെ അത് ഫ്രെയിം ചെയ്തിട്ട് ഇത് ഫ്രെയിം ചെയ്തിട്ട് അത്രേ ഇല്ലു. 2 ഷീറ്റ് ഇങ്ങനത്തെ സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലത്തെ കുറേ എണ്ണം വാങ്ങി തന്നിന്. ഇതും വേറൊരു ഷീറ്റ് എനിക്ക് ഏച്ചി പിറന്നാളിന് ഗിഫ്റ്റ് ആണ്. ഒന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തിന് പിറന്നാളിന്. പിന്നെ ഇത് അന്ന് ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ട് വലിയ സ്റ്റിക്കർ വാങ്ങിയത്. ഇത് ഇന്ന് കൊണ്ടുവന്നത് ഏച്ചി. ഇവരെല്ലാരും അറിഞ്ഞിട്ട് ഇന്ന് ഏച്ചി വരുന്നുണ്ട്. എന്നിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടാ. എനിക്ക് അപ്പോഴേ ഒരു സംശയം ഉണ്ടായിന്. അമ്മമ്മ വിളിച്ചാലും എന്നെ വിളിച്ചാലും പറഞ്ഞു ഏച്ചി നടത്തിയ മോളെ എന്നറിയോന്ന്. ഞാൻ പറഞ്ഞു ഏച്ചി നാളെയല്ലേ വരല്, ഏച്ചി ഇന്ന് വരൂലല്ലോ, നാളെ രാവിലെയല്ലേ വരല്. ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് ഇപ്പോഴത്തെ വണ്ടി കയറി എന്നെല്ലാം പറയുന്നുണ്ടേ. ഇനി അമ്മയോട് ചോദിച്ചു. അമ്മ പറയുന്ന അമ്മമ്മയോട് ഓർമ്മയില്ലാണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇനി ഏച്ചി ഇന്ന് വരുന്നുണ്ടാ. ഇനി മാമന് പറയുന്നത്
പന്തികേട്. എല്ലാവർക്കും എന്തോ ഒരു പന്തികേടുണ്ട്. അച്ഛനും പറഞ്ഞിരുന്നു എന്തെങ്കിലും വാങ്ങാന്നല്ലോ. ഇതാരി ആരാ 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 പായോ പായോ ഒരു പരിചയമില്ലാട്ടാ. പായോ എന്നെ അറിയോ? പാലാട്ട് അറിയോ? എന്റെ അടുത്തേക്ക് അറിയോ? എനിക്കെന്നെ അറിയോ? ഇല്ല പറ നീ. പാലാട്ടുന്ന ആര്യത്? ഇപ്പൊ ശരിക്കും എന്താ എന്തേ പായോ മിണ്ടില്ല. ചേച്ചിനോട് ചോദിക്കാൻ എന്നെ നോക്കിയും വേണ്ട, എന്റെ അടുത്തേക്ക് വരികയും വേണ്ട. അങ്ങോട്ട് പോ. ചെവിയോട്ട് നോക്കറ. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കണ്ട പറഞ്ഞ പിന്നെ നോക്കണ്ട നോക്കണ്ടാതെ എന്നെ നോക്കണ്ട നീ. അങ്ങോട്ട് ചെവിയിലോട്ട് നോക്കി ചേച്ചോട് ചേച്ചോട് ഒന്ന് എന്റെ മുഖത്ത് എന്നോട് മിണ്ടണ്ട. എനിക്ക് എന്നെ ഒന്നും അറിയും ചെയ്യില്ല. ഞാനും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്താ കൊടുക്കറീ? ബിസ്ക്കറ്റ് എടുത്ത എനിക്ക് അറിയോ എന്നെ? അറിയോ? ഇവിടെ ഇരിക്ക, ആടെ ഇരിക്ക, ആടെ ഇരിക്ക. ബിസ്ക്കറ്റ് ഒന്നും കഴിച്ചു കൊടുക്കാനില്ല. ആടെ ഇരിക്കും. അന്നെ അറിയും. ഓളോട് തന്നെ വാങ്ങിക്കോ ബിസ്ക്കറ്റ് എല്ലാം. നീ കണ്ട പരിചയം പോലും കാണിക്കാത്ത നിന്നോട് ഞാൻ എന്തിനാ എനിക്ക് ബിസ്ക്കറ്റ് തരണം? പറ പറ. ഇതാ നല്ല മസാജ്. കണ്ട പരിചയം പോലും നോക്കാതെ എന്റെ കണ്ണിലേക്കും കൂടെ നോക്കാത്തത് എനിക്ക് ഞാൻ എന്തിനു ബിസ്ക്കറ്റ് തരണം? മാപ്പ് ചോദിച്ചിരിക്കുന്നു ഞാൻ. ഒരു സ്നേഹമില്ലട്ടോ എന്നോട്. കണ്ട പരിചയമില്ല. ആകെ 2 ആഴ്ചയല്ലേ എന്നെ കാണാതെ. നിനക്ക് കണ്ട പരിചയം ഉണ്ടാ? ഇല്ലല്ലോ. എന്നാ പറയുന്നത്? എന്താ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അതന്നെ ഞാൻ പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട്. ഓളല്ല, എന്റെ കയ്യിലാ ബിസ്ക്കറ്റ് ഇല്ല. വേണ എന്താ പറയുന്നേ? കറിയ എന്നാ? ഇങ്ങോട്ട് ആടുന്നൊന്നും വരൂല ഇങ്ങോട്ട്. എന്റെ വീട്ടില എന്റെ വീട്ടില തിന്നാൻ കിട്ടുമ്പോ മാത്രല്ല, ബാക്കി അല്ലാത്തപ്പോ എന്നോട് പറഞ്ഞിനി. ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയായില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ തൊട്ടപ്പുറമുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. എല്ലാവർക്കും ബൈ.